ന്യൂയോർക്കിൻ്റെ മേയറായി ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത് മമദാനി, അതായത് സൊഹ്റാൻ മമദാനി എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ്. ഇത് മുസ്ലിമാണ് ഇയാൾ എന്ന് എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അവകാശത്തിന് വേണ്ടി ഇയാൾ വാദിക്കുന്നുണ്ട്. ന്യൂയോർക്ക് മേയറായി ഇയാൾ വന്നിട്ടുണ്ട്. പോരാത്തതിന് ന്യൂയോർക്കിനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാക്കി മാറ്റാൻ ഇയാൾ പരിശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇയാൾ ഒരു ഇന്ത്യൻ വംശജനാണ്. ഇയാളുടെ അമ്മയുടെ പേര് മീര നായർ, അച്ഛൻ ഒരു ഗുജറാത്തി മുസ്ലിം വംശജനാണ് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ട്രംപ് ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം ട്രംപ് ഈ സൊഹ്റാൻ മംദാനിയെ വിളിച്ചത് കമ്മ്യൂണിസ്റ്റ് ലുനാട്ടിക് എന്നാണ്, അതായത് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഭ്രാന്തൻ എന്നാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആവുകയാണ്. കാരണം ഈ സൊഹ്റാൻ മംദാനി പല മതമൗലികവാദ പ്രസ്താവനകളും നടത്തുന്നതാണ് ഇപ്പോൾ അമേരിക്കയും ട്രംപിനെയും ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സൊഹ്റാൻ മംദാനി പല സ്ഥലങ്ങളിലും പോയി മതയോഗങ്ങളിൽ കലർന്നുകൊണ്ട് പലസ്തീന് അനുകൂലമായിട്ടുള്ള പല പ്രസ്താവനകളും നടത്തുന്നു, അമേരിക്കയ്ക്കെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത്. ഈ ആരോപണത്തിന്മേൽ ഇപ്പോൾ ട്രംപ് വലിയ രീതിയിലുള്ള ആക്ഷൻ എടുക്കാനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് അമേരിക്കൻ മാധ്യമങ്ങൾ ഇപ്പോൾ അതിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഈ മമദാനിയുടെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് റദ്ദാക്കാനാണ് ഇപ്പോൾ ട്രംപിൻ്റെ നീക്കം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ന്യൂയോർക്ക് മേയർ സ്ഥാനത്ത് തുടരാൻ സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. എന്തായാലും ദർ ഈസ് നോ സ്പേസ് ഫോർ കമ്മ്യൂണിസ്റ്റ് ഇൻ അമേരിക്ക എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല എന്ന് ട്രംപ് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പോലും അമേരിക്കയിൽ താനൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് എന്ന സത്യം മറച്ചുവെച്ച് അങ്ങോട്ടേക്ക് ചെന്നത്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനെ അമേരിക്കയുടെ നടയിൽ അടുപ്പിക്കില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർക്ക് അവിടെ ബാൻ ഉണ്ട് എന്നുള്ളതാണ്, ആ രാജ്യത്തിൻ്റെ നിയമമാണത്. എന്തായാലും ഇങ്ങനൊരു സാഹചര്യത്തിൽ ട്രംപ് ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ ഒരുങ്ങുന്നത് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ട്രംപ് വോസ് ടു ഹാവ് NYC മേയോറിയൽ പ്രൈമർ വിന്നർ സൊഹ്റാൻ മംദാനി അറസ്റ്റഡ് ഇഫ് ഹി ഇന്റർഫിയേഴ്സ് ഇൻ ആക്ഷൻ അഗെയിൻസ്റ്റ് ഇല്ലീഗൽസ് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസുമായി ചേർന്ന് അമേരിക്കയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ സൊഹ്റാൻ മംദാനിക്കെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ ട്രംപ് ആക്ഷൻ എടുക്കാൻ പോവുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇല്ലീഗലായിട്ട് കയറി വരുന്ന ആൾക്കാർ, അവർ ഹിന്ദു ആട്ടെ, ക്രിസ്ത്യൻ ആട്ടെ, മുസ്ലിം ആകട്ടെ, അമേരിക്കയുടെ മണ്ണ് അവരെ സ്വീകരിക്കില്ല, അവരെ പിടിച്ച് പുറത്താക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ പ്രധാനപ്പെട്ട നയം എന്ന് പറയുന്നത്, കുടിയേറ്റ നയം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മമദാനി ന്യൂയോർക്കിൽ അവിടുത്തെ മേയറാവുകയും മമദാനി അവിടെ വലിയ രീതിയിലുള്ള പ്രചാരണം കുടിയേറ്റക്കാർക്ക് അനുകൂലമായി നടത്തുന്നത്. എന്തായാലും അമേരിക്ക വലിയൊരു പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയാണ്, ന്യൂയോർക്ക് വലിയൊരു പ്രതിസന്ധിയിലാകപ്പെട്ടിരിക്കുകയാണ്. ട്രംപ് ഇപ്പോൾ എന്ത് ആക്ഷൻ എടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മമദാനിസ് വിക്ടറി ഈസ് വെരി ബാഡ് ഫോർ ദ സിറ്റി എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. മമദാനി ജയിച്ചത് ഈ സിറ്റിക്ക്, അതായത് ന്യൂയോർക്ക് സിറ്റിക്ക് വളരെയധികം മോശമാണ്, വളരെയധികം ദോഷം ചെയ്യുമെന്നാണ് ട്രംപിന്റെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.